സംഭവിച്ചിരിക്കുന്നത് എന്താ? മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ച കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല. ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അക്ഷരം പ്രതി അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഏരിയ കമ്മിറ്റി 3 പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു. ആ 3 പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള 3 ഏരിയ പേരാണ്. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതേ ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ്. ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി. ഓഡിറ്റർമാർ അതിൻ്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, ഓരോ റെസീറ്റും ഓരോ വൗച്ചറും വെച്ച് പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാർ തയ്യാറാക്കിയ ഒരു കണക്ക്, ആ കണക്ക് പാർട്ടിക്ക് മുമ്പിൽ വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസമാണ്, ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസം മാത്രമാണത്. അല്ല, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ചോദ്യമല്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതെന്താ? മാധ്യമങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്കല്ല, ഞാൻ 2 ചാനലുകളുടെ പേരെടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോൾ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ മാധ്യമങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാ? നിങ്ങൾ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാ? നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. വ്യക്തിപരമായിട്ടല്ല. നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോൾ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.